ഹായ്. ഇന്ന് പച്ചക്കറി ഒന്നുമില്ല. ഞാൻ സാലറി കിട്ടുന്ന ഡേറ്റ് 10-ാം തീയതി. അപ്പം സാലറി ഡേറ്റ് ആകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ആകെപ്പാടെ ടൈറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളത് കൊണ്ടങ്ങ് കഴിയുക എന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് മിച്ചറും കട്ടൻ വെള്ളവും കുടിച്ചുകൊണ്ട് നമുക്ക് കാര്യം പറയാം. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നാഷണൽ ഹൈവേക്ക് അടുത്താണ് ആ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് 20 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഹോസ്പിറ്റലും ഈ നാഷണൽ ഹൈവേയും തമ്മിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ വെളിയിലോട്ട് വന്നു, അതായത് ഹോസ്പിറ്റലിന് വെളിയിലോട്ട് വന്നപ്പം ഞാൻ വെറുതെ റോഡിലോട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന്, ആ ഹൈവേ പൊക്കത്തിലല്ലേ, അപ്പോൾ അവിടെ ഇരുന്ന് ഒരുത്തൻ ഇങ്ങനെ എന്തോ പെറുക്കി തിന്നുന്നു. അപ്പം ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ദൂരെ കാഴ്ചയല്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മതിലിൻ്റെ ഇച്ചിരി അരപ്പിച്ചിങ് കെട്ടിയിട്ട് ആ മതിൽ വന്നേക്കുന്നത് അതേ ചവിട്ടി നിന്നുകൊണ്ട് ഞാനിങ്ങനെ എത്തി നോക്കി എന്തോ അയാൾ പെറുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പം നോക്കിയപ്പം ബസ്സിലോ അങ്ങനെ ഇരുന്ന് കഴിച്ചവട്ട് കളഞ്ഞ ഇലയാണ്. ആ ഇലയ്ക്കകത്തുനിന്ന് ചോറ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്ന ആ ചോറ് ഗ്രാവലിനകത്തുനിന്ന് പെറുക്കി അയാൾ കഴിക്കുവാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. അയാൾക്ക് എന്തോരം വിശന്നിട്ടായിരിക്കും ആ മനുഷ്യൻ ആ ചോറ് അങ്ങനെ പെറുക്കി തിന്നേന്നു. അപ്പം ഞാൻ എന്തോ ചെയ്ത് പെട്ടെന്ന് പെർമിഷൻ ഇല്ല, നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. ആ മതിൽക്കെട്ടിനുള്ളിൽ ഇറങ്ങുമോ ക്യാൻറ്റീനിൽ അവിടെ എവിടെ പോകുന്നതിനും പ്രശ്നമില്ല. മതിൽക്കെട്ടിന് വെളിയിൽ പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. അപ്പം ഞാൻ പെട്ടെന്ന് അകത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ടോ ഒരു 10 മിനിറ്റത്തേക്ക് ഡോക്ടർ എനിക്കൊന്ന് പുറത്ത് പോകണം, ഞാൻ പെട്ടെന്ന് തിരിച്ച് വരാം, കട വരെ പോകാമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗിൽ നിന്ന് 100 രൂപയും എടുത്തുകൊണ്ട് ഓടി. അടുത്ത് തന്നെ കടകളുണ്ട്. ഓടി ചെറിയൊരു കടയിലോട്ടാണ് ഞാൻ പോയത്. വലിയ കടയിലൊക്കെ പോയി തിരക്കാരെന്ന് വെച്ചാൽ ചെറിയൊരു കടയിലോട്ട് കയറിയപ്പോൾ അവിടെ ഉണ്ണിയപ്പം ഇരിക്കുന്നത്, അവിടെ ഒരു കൊല പഴം കിടക്കുന്നത്, പിന്നെ മിച്ചറും മുറുക്കും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കഴിച്ചാൽ വിശപ്പ് മറന്നു. ഞാൻ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പവും എടുത്ത് അയാളോട് പറഞ്ഞു 1 കിലോ പഴവും കൂടെ താന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഞാൻ പറഞ്ഞു വേഗം തരണേന്ന് പറഞ്ഞു. ആ ചേട്ടൻ വേഗം എടുത്തു തന്നു. ഞാൻ ഇതൊരു യൂണിഫോം ഒന്നും ഊരാതെ ഞാൻ ഓടിപ്പോയത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതും എടുത്ത് ഇയാൾ തന്ന ഉണ്ണിയപ്പവും പഴവും കൂടെ മേടിച്ച് ഞാൻ ഓടി. ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ആ പുള്ളി ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വെച്ച്. എന്നിട്ട് എനിക്ക് പേടിയുണ്ട്, ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്താലും മാനസികാസ്വാസ്ഥ്യമുള്ളതാണെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവച്ച സാധനം ഇങ്ങനെ നോക്കിയെന്നല്ലാതെ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ആ മനുഷ്യൻ. പെട്ടെന്ന് ആ ഉണ്ണിയപ്പത്തിൻ്റെ കവർ എടുത്ത് പൊട്ടിച്ച് ആ 10 ഉണ്ണിയപ്പോൾ അവിടെ ഇരുന്ന് ആ മനുഷ്യൻ തിന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്തോരം ആ മനുഷ്യന് വിശന്നിട്ടുണ്ടാവുമെന്ന്. ഒരു 40-45 വയസ്സോളം പ്രായം തോന്നുന്നു. പിന്നെ അയാളുടെ ആ വൈരൂപ്യത്തിൽ നിന്ന് എനിക്കത് തോന്നുകയാണോ അയാൾ ചെറുപ്പമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. നമ്മുടെ കാഴ്ചയിൽ അത്രയും തോന്നും. ഇയാൾ ഈ ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പം പയ്യെ എണ്ണീറ്റങ്ങ് വടക്കോട്ടങ്ങ് നടന്ന്. അപ്പം ഞാൻ ചേട്ടാന്ന് വിളിച്ചു. അപ്പോൾ എണ്ണീറ്റ് പോയപ്പം ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത്. ഇയാൾ പോയപ്പം എന്നെ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കി. അന്നേരം എന്നെ ഒന്ന് നോക്കിയിട്ട് ഒന്നും പറയാതെ അയാൾ നടന്നു പോകുന്നത്. അപ്പം ഞാൻ ചേട്ടാന്ന് വിളിച്ചപ്പം ഇയാൾ തിരിഞ്ഞ് നിന്നതേ ഇല്ല. ഞാൻ പെട്ടെന്ന് ആ പഴം പൈസ കൊടുത്ത് മേടിച്ചില്ല, പേപ്പർ പൊതി അയാൾ അഴിച്ചിട്ട് പോലുമില്ല. ഞാൻ ആ പഴവും എടുത്തുകൊണ്ട് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേട്ടി നീ എവിടെ പോയതാ, നീ എങ്ങും പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഉണ്ണുമ്പോൾ ഞങ്ങൾ വട്ടമേശ സമ്മേളനം പോലെ കഥകൾ പറയും. എവിടെയെങ്കിലും ബാങ്കിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് പോകുമ്പോൾ നേരത്തെ പറയും എനിക്കിന്ന് ബാങ്കിൽ പോകണം, അല്ലെ എനിക്കിന്ന് എവിടെയെങ്കിലും പോകണം, LIC പോകണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊന്നും പറയാഞ്ഞുകൊണ്ട് ഇവർക്കും പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി, ഞാൻ എവിടെ ഇറങ്ങി ഓടിയെന്ന്. ഞാൻ ഇവരോട് പറഞ്ഞ് ഇങ്ങനെ അന്നേരം അവർ പറഞ്ഞു അടിക്കുകയോ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തിരുന്നെങ്കിലോ എന്ന്. ഞാൻ പറഞ്ഞു ഉപദ്രവിക്കുകയാണെങ്കിൽ മാനസിക അസ്വാസ്ഥ്യം കൊണ്ടല്ലേ ആ മനുഷ്യനെ ഉപദ്രവിച്ചത് നമ്മളെ, അല്ലെ ആഹാരം കൊടുത്ത ഒരാളെ അടിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ സഹിക്കുമെന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ മനസ്സിൽ ഇന്നും ആ മനുഷ്യനും ആ കാഴ്ചയും മറിഞ്ഞിട്ടേയില്ല, എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. മനുഷ്യൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പം ഞാനാണെങ്കിലും എൻ്റെ ദുഃഖങ്ങൾ ഓർത്ത് ദൈവമേ എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ഞാൻ ഓർക്കും. എന്നിട്ട് ഞാൻ ഓർക്കും ദൈവമേ എന്തെല്ലാം സുഖങ്ങൾ എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. വൈകല്യമില്ലാത്ത ശരീരങ്ങളും ജോലി ചെയ്യാനൊരു ജോലി സ്ഥലവും നല്ലൊരു സ്ഥലത്ത് എത്തപ്പെട്ടു, ജോലി, ഇതൊക്കെ ഈശ്വരൻ തന്ന വരദാനമല്ലേ. അപ്പം കിട്ടാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ഓർക്കും. അപ്പം ഈ നമ്മളിൽ താഴോട്ടുള്ളവരെ നോക്കുമ്പോഴാണ് നമ്മൾ എത്ര ഉയരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ
ആശുപത്രി ജീവിതത്തിൽ, നാട്ടിലെ ആശുപത്രിയിലെ ജീവിതത്തിൽ വെച്ചാണ് എനിക്ക് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതും. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് നിങ്ങളോട് ഈ കഥ പറയാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ബോറടിച്ചാൽ സഹിച്ചോ കേട്ടോ. അപ്പം ഇന്ന് മിച്ചറും കട്ടൻ വെള്ളവും ആയതുകൊണ്ട് വൈകിട്ട് അങ്ങനെ ശീലമില്ല. നിങ്ങളോട് വർത്താനം പറയാമല്ലോ, ഇതും കഴിക്കാമെന്ന് വെച്ച് തേയിലവെള്ളം അനത്തി എടുത്തതാണ് കുളിച്ചിട്ട് വന്നാൽ തന്നെ. അല്ലെങ്കിൽ വിശക്കുന്നുമുണ്ട്. വന്നിട്ടേ എന്താണെന്നറിയാൻ വയ്യ, വിശക്കുന്നു. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോയത് ദഹിച്ച് പോയെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കഥ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് സുഖമായിട്ടിരിക്കും. ബായ്.